വാഗ്ദത്ത ദേശത്തേക്ക് യോശുവയും ഇസ്രായേൽ ജനങ്ങളും യാത്ര ചെയ്തതുപോലെ സ്വർഗീയ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ആധുനിക ഇസ്രായേലായ നാം യോശുവയെക്കുറിച്ച്, യോശുവ പുതിയ മോശയോ, യോശുവ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനോ മറക്കാതെ കാണുക ഹോപ്പ് ചാനലിലൂടെ. യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ എന്ന സഭ-സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് വിജയത്തിൻ്റെ കൂട്ട്. ഈ പാഠപഠനത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ ഡോണി മാത്യു, പാസ്റ്റർ രാജേഷ് അവറുകൾ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. താങ്ക് യു. നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്നുള്ളതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വന്നിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാണ് ഇവിടെ അതിൻ്റെ മനപ്പാഠവാക്യം പറയുന്നത്. നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് എന്ത് ദൂതാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പാസ്റ്റർ പറയുവാനായിട്ട് സാധിക്കുമോ? ഓക്കെ പാസ്റ്റർ, നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടാൽ അവിടെ ഒരു മരണത്തെയാണ് പ്രസ്താവിക്കുന്നത്. മോശയുടെ മരണം. മോശ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് വന്നതാണ്. പെട്ടെന്ന് അവരെ വാഗ്ദത്ത കനാനിൽ പ്രവേശിപ്പിക്കാം എന്നുള്ള വാഗ്ദത്തത്തോടുകൂടിയാണ് വരുന്നത്. അതിനോടടുത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു? മോശ മരണപ്പെടുമ്പോൾ ഇവർക്ക് നിരാശ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരു മോശയെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടു. എന്നതിന് ശേഷം യോശുവയ്ക്ക് ഈ ഉത്തരവാദിത്വം കൈമാറുകയാണ്. അങ്ങനെ യോശുവ എന്ത് ചെയ്യാൻ പോകുന്നു? ആ സന്ദേശം എന്ന് പറയുന്നത് ഇവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശം യോശുവയുടെ നേതൃത്വത്തിൽ അവർ അവകാശമാക്കും എന്നുള്ള സന്ദേശമാണ് ഈ 1-ാമത്തെ പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം. അതിനുവേണ്ടി അവരെന്ത് ചെയ്യണം? വിശ്വാസത്തോടെ കാത്തിരിക്കണം, ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി. യോശുവയോട് ദൈവം പറയാണ്, 1-ാമത്തെ പുസ്തകം പരിശോധിക്കാമെങ്കിൽ മോശയുടെ പേരാണ് കൂടുതൽ പ്രാവശ്യമാണ് പ്രതിപാദിക്കുന്നത്. എങ്കിലും യോശുവയെ മോശയുടെ ഒരു സഹായിയായിട്ട് അല്ലെങ്കിൽ ഒരു സഹായകനായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. എന്നാൽ അതായത് ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമായി ഈ പുസ്തകത്തിലൂടെ കാണുകയാണ്. ചില വ്യക്തികളെ ദൈവം നിയോഗിച്ചിരിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ അത് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സഭയുടെ നേതൃത്വത്തെ കാലാകാലങ്ങളായിട്ട് ദൈവം അതിന് തക്കതായ സമയവും ആ കാലത്തിനനുസരിച്ച് നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണും. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും നായകനായി അല്ലെങ്കിൽ നേതാവായി കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് തിരുവചന സത്യത്തിൽ നിന്നും പഠിക്കുകയും നാം അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ദൈവീയ വേലയിൽ മുന്നോട്ട് പോകാൻ. അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താ പറയുന്നത്? അതായത് മോശയോട് ദൈവം ഇടപെട്ടതുപോലെ ഞാൻ നിന്നെയും വഴി നടത്തും. മോശയെ നടത്തിയതുപോലെ, മോശയെ പരിപാലിച്ചതുപോലെ, മോശയെ ഉയർത്തിയതുപോലെ, നടത്തിയതുപോലെ. അപ്പോൾ ദൈവം ശരിക്കും യോശുവയോട് പറയുന്നത്, മോശയെ നടത്തിയത് ഞാനാണ്, ആ ദൈവം ഞാൻ തന്നെ നിന്നെ ഇപ്പോഴും നടത്തും. അപ്പോൾ ദൈവമാണ് അവനെ നടത്തുന്നത് എന്ന ആ ഒരു ബോധ്യമാണ് സത്യത്തിൽ അവൻ്റെ വിജയരഹസ്യം. ഒരു വ്യക്തി ഇത് ഞാനാണ് സകലതും ചെയ്യുന്നത് എന്ന ചിന്ത എപ്പോഴാണോ ഉള്ളിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്നു വരുന്നത്, അവിടെ പരാജയത്തിൽ ആരംഭിക്കുകയാണ്. പക്ഷെ ദൈവം മോശയെ നടത്തി. മോശ ഇത്രത്തോളം വിജയിയായി മാറിയതിന് കാരണം ജനത്തെ ഇത്രത്തോളം മുറുമുറുപ്പും പെറുമുറുപ്പും ഒക്കെ ഉള്ള ഒരു ജനത്തെ ഇത്രത്തോളം വഴി നടത്തുവാൻ മോശയെ സഹായിച്ചത് ദൈവമാണ്. ആ ദൈവമായ ഞാൻ നിന്നോടും കൂടെയിരിക്കും. ആ ബോധ്യം യോശുവയുടെ മേൽ ഉറപ്പിക്കുകയാണ് വാസ്തവത്തിൽ ആമുഖമായി തന്നെ ദൈവം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ നടത്തിപ്പിനെ നേതൃത്വം അംഗീകരിക്കണം. നേതൃത്വം ചിന്തിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ദൈവമാണ്. ഈ കാലഘട്ടത്തിലും സഭയുടെ നേതാവ്. എങ്കിൽ മാത്രമേ സഭ ദൈവത്തിന്റെ സഭയായി. അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. വ്യക്തികൾ എന്നത് ദൈവത്തിന്റെ ഒരു മാധ്യമം മാത്രമാണ്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഉത്തരം ശരിയാണ്, നല്ല ഉത്തരമാണ്. യോശുവയുടെ പുസ്തകത്തെ 4ആയിട്ട് വിഭജനം ചെയ്യുമ്പോൾ ആ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? യോശുവയുടെ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ
ജനങ്ങൾക്ക് വേണ്ടി അവിടെ കൊടുക്കുകയാണ്. ഒന്ന്, അവർ ക്രോസ് ചെയ്യുക അഥവാ കടക്കുക. 2, അവർ സ്വീകരിക്കുക, എടുക്കുക. 3, വിഭാജിക്കുക. 4, സേവിക്കുക എന്ന 4 പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് അവർ എന്ത് ചെയ്യണം? അവർക്കുണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ തരണം ചെയ്ത് കടക്കണം, യോർദാനെ കടക്കണം. അവർ ഈ അവകാശമാക്കി കൊടുത്തിരിക്കുന്ന ദേശം അവരെന്ത് ചെയ്യണം? അവകാശമാക്കണം, കൈവശമാക്കണം. അവർ ഇവിടെ നിന്ന് കടന്നു ചെന്ന് ക്രോസ് ചെയ്ത് എന്ത് ചെയ്യണം? അവർക്ക് അവകാശം ചെയ്തിരിക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കണം. രണ്ടാമത് അവരെന്ത് ചെയ്യണം? ദൈവത്തെ ഈ ദേശമെല്ലാം ഇവർക്ക് വിഭാവിച്ചു കൊടുക്കണം. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രത്തിനും വേണ്ടി എന്ത് ചെയ്യണം? ഓരോരോ ഭാഗങ്ങളായി വിഭാജിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവം യോശുവയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുസരിക്കുവാനുള്ള ഉപദേശം കൊടുത്തുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നവരെ അവരെ മാറ്റണം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയാണ്. 1, കടക്കുക. 2, എടുക്കുക. 3, വിഭാഗിക്കുക. 4, സേവിക്കുക. ഈ 4 പദങ്ങളാണ് അവർക്ക് പ്രധാനമായ ഉത്തരവാദിത്വം. ഈ 4 ഉത്തരവാദിത്വത്തിലും ദൈവം അവരോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് അവർക്ക് എപ്പോഴും ഉണ്ടാവണം. ഈ 4ഉം അവർ കൃത്യമായിട്ട് ചെയ്യണം. അതായത് ഈ ഓരോ കാര്യങ്ങളും അവർ ദൈവം പറഞ്ഞ നിർദ്ദേശങ്ങൾക്കൊത്തവണ്ണം കൃത്യമായി ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ആ ദേശത്തിൽ ഉറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ശത്രുക്കൾ അവരെക്കാളൊക്കെ ശക്തന്മാരാണ്. അവർ പരിശീലനമോ യുദ്ധമുറകളോ അറിയുന്നവരൊന്നുമല്ല. ദൈവം അവരെ കൃത്യമായി വഴി നടത്തി അവർ ആ ദേശത്തിൽ ഉറയ്ക്കണമെങ്കിൽ ഈ 4 കാര്യവും കൃത്യമായിട്ട് അനുസരിച്ചേ മതിയാവും. എന്നുവെച്ചാൽ അവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിലും അവരുടെ ഭാഗവും അവർ ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. അതെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുക, അത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? ഒരു തെറ്റായ ഒരു ചിന്താഗതിയുണ്ട്. അതായത് ഞാൻ പാതി ദൈവം പാതി. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ ആശയമാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം എൻ്റെ ഭാഗം ഞാൻ ചെയ്യുകയല്ല, ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് നാം ചെയ്യണം. ഒരു മനുഷ്യന് തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെയല്ല, എൻ്റെ ഭാഗം എന്ന് പറയുന്നത് ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ മുഴുവനായിട്ട് ഞാൻ ചെയ്യണം. അപ്പൊ ദൈവം മുഴുവൻ, ദൈവം എന്നിൽ നിന്നും എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് ബോധ്യപ്പെടണം വചനത്തിലൂടെ. ആ ബോധ്യത്തിന് ഒത്തവണ്ണം ഞാൻ എന്ത് ചെയ്യുക? ആ നിർദ്ദേശങ്ങളെ പിൻപറ്റണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ എന്താണോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനായി ചെയ്യണം. അവിടെ നമുക്ക് പകുതി ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ചിലർ പറയുന്നത് പകുതി നമ്മൾ ചെയ്താൽ പകുതി ദൈവം ചെയ്യും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യാനുള്ളത് മുഴുവൻ നമ്മൾ ചെയ്യണം, ദൈവം ചെയ്യാനുള്ളത് മുഴുവൻ ദൈവം ചെയ്യും. മുഴുവനായി അങ്ങനെയാണ്. നല്ല ഉത്തരമാണ്. നിങ്ങൾ പറഞ്ഞ ആശയങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നാം തുടരുന്നു. വിജയത്തിൻ്റെ കൂട്ട് എന്നുള്ള ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മൾ വാഗ്ദത്തങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ നാം ദൈവത്തിൻ്റെ ആ ഒരു വിളിയോട് എങ്ങനെ നാം പ്രതികരിക്കണം എന്നുള്ള ചോദ്യമാണ് പാസ്റ്റർ രാജേഷ് പറയുക. ഓക്കെ, ഇവിടെ ഈ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആ ദേശം തന്നിരിക്കുന്നു. അത് ആ ദേശം കൈവശപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ തന്നിരിക്കുന്നു എന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് അവകാശം കൊടുക്കുന്നു. ഒരു വാഗ്ദാനം പറഞ്ഞ് അവകാശം കൊടുക്കുന്നു. ആ വാഗ്ദാനം അവർക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവം ദാനമായിട്ട് ആ ദേശത്തെ, ആ സ്ഥലത്തെ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയാണ്. അത് യോശുവയോട് ദൈവം തുറന്നു പറയുന്നു. ആ വാഗ്ദത്തം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവം പറയുന്ന വഴികളിലൂടെ അവർ സഞ്ചരിക്കണം. അപ്പോൾ അനുസരണമാണ് ആ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാനുള്ള ഒരേ ഒരു വഴി. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിച്ചിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് ദൈവത്തെ അനുസരിക്കുന്ന മക്കൾക്ക് മാത്രമേ അവകാശമാക്കുവാൻ സാധിക്കത്തുള്ളൂ. അത് അവർക്കെന്ന് മാത്രമല്ല, എല്ലാ കാലത്തിലുമുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം ധാരാളം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ യോശുവയും അവരുടെ കൂട്ടാളികളും പ്രാപിച്ചത് ദൈവത്തെ മാത്രം മുൻനിർത്തി, ആ ദൈവത്തെ മാത്രം അനുസരിച്ച് സഞ്ചരിച്ചതുകൊണ്ടാണ്. നാം അതേ വാഗ്ദത്തങ്ങൾ നമുക്കിന്ന് അവകാശമാണ്. അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർ നടന്നതുപോലെ നമ്മളും ദൈവത്തെ അനുസരിക്കണം. അനുസരണമാണ് വാഗ്ദത്ത നിവൃത്തിയുടെ ഒരേ ഒരു വഴി. അതില്ലാതെ മറ്റൊരു നിവൃത്തിയും ഇവിടെ പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. എല്ലാം ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് ആണ് ദൈവത്തിൻ്റെ ഓരോ വാഗ്ദത്തങ്ങളും. ആ നിബന്ധനകളെ നമ്മൾ പാലിക്കാത്തിടത്തോളം നമുക്ക് ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കഴിയില്ല. പക്ഷെ നമ്മൾ അവകാശികളാണ്, യെസ്. പക്ഷേ അവകാശം പ്രാപിപ്പാൻ നാം ദൈവത്തെ അനുസരിക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ളതായ വാക്യം, അതുപോലെ തന്നെ എബ്രായർ 6:17-18 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റും? നമുക്കത് വാക്യം ഒന്ന് വായിക്കാം സാർ. 1-ാം അധ്യായം 4 മുതൽ 6 വരെ.
മരുഭൂമിയിലും ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഇത് ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഇതാണ് യോശുവയുടെ പുസ്തകത്തിൽ വന്നിരിക്കുന്നത്. ഇനി എബ്രായ ലേഖനം 6:17-18. ഓക്കെ, എബ്രായർ 6:17 അതുകൂടെ നമുക്ക് നോക്കാം. അവിടെ എന്താണ് പറയുന്നത്? തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിരിച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഫോഷ്ക്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അപ്പോൾ ഒന്ന് എന്താണ് നമ്മളിവിടെ വായിച്ചത്? ഒന്ന്, ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തം വെറുതെ സാധാരണ ഒരു പറച്ചിലല്ല, അത് അവർ പ്രാപിച്ചെടുക്കാൻ അവർക്ക് അവകാശമാണ്. അതിന് എബ്രായലേഖനത്തിൽ വന്നപ്പോൾ എന്താണ്? യേശു അതിനെ ഉറപ്പിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ആണയിട്ട് ദൈവം ഉറപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് പറഞ്ഞത് പ്രാപിക്കാൻ അതല്ലെങ്കിൽ നൽകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉറപ്പ് നൽകുകയാണ്. ആ ഉറപ്പ് ഇവിടെ യോശുക്കും കൊടുക്കുകയാണ്. നീ അതിൽ വിശ്വസിച്ചിരിക്കണം, നീ ഉറപ്പുള്ളവനായി ധൈര്യമുള്ളവനായി ഈ ജനമൊക്കെയും അത് പ്രാപിക്കും. അത് ഞാൻ ആർക്ക് കൊടുത്താണ്? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ആ സന്തതിയിലൂടെ ഞാൻ അത് നിറവേറ്റുക തന്നെ ചെയ്യുമെന്നുള്ള ഉറപ്പ് ദൈവം മോശയിലൂടെ യോശുവയിലൂടെ വീണ്ടും ഉറപ്പിക്കുകയാണ്. നമ്മൾ അതിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, സംശയിച്ചു പോകേണ്ടതില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നും അത് ദൈവം തരിക തന്നെ ചെയ്യും, ഉറപ്പിക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല. ഇവിടെ അതെ, ഇവിടെ നമ്മൾ യോശുവയോട് ദൈവം വേറെ ഒരു കഥാപാത്രത്തോടും ബിബ്ലിക്കൽ അല്ലെങ്കിൽ ബൈബിൾ കഥാപാത്രങ്ങളോട് പറയാത്ത രീതിയിലുള്ളതായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അത് പറയാനുള്ള കാരണം, അതായത് ദൈവം മുൻകൂട്ടി യോശുവയോട് പറയുകയാണ്, യു ഗോയിങ് ടു ഫേസ് ലോട്ട് ഓഫ് ചലഞ്ചസ്. ധാരാളം വെല്ലുവിളികൾ നീ നേരിടാൻ പോവുകയാണ്. ധാരാളം യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ വരാൻ പോകുന്നു. അപ്പോൾ ആ വെല്ലുവിളികളിൽ നേരിടുവാനുള്ള ഒരു ഒരുക്കമാണ് ദൈവം അതിലൂടെ യോശുവയെ ബോധ്യപ്പെടുത്തുന്നത്. ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തു, അവകാശം പറഞ്ഞു. പക്ഷേ എങ്കിലും മുന്നോട്ടുള്ള വഴി അതികഠിനമായിരിക്കും. ധാരാളം പോരാട്ടങ്ങൾ ഉണ്ടാകും, ധാരാളം യുദ്ധങ്ങൾ നയിക്കേണ്ടി വരും. അവിടെ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഞാൻ നിന്നോട് കൂടെയിരിക്കും. അപ്പോൾ നമ്മുടെ മുൻപാകെയുള്ള വെല്ലുവിളികളെക്കുറിച്ച് വാഗ്ദത്തങ്ങൾ നടത്തിയ ദൈവം നമ്മെ മുന്നറിയിക്കുകയാണ്. ദർ ആർ ചലഞ്ചസ്, ദർ വിൽ ബി ചലഞ്ചസ്, ബട്ട് ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ ധൈര്യമുള്ളവനായിരിക്കുക. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും നമുക്ക് ഉറപ്പായിട്ടും അതിജീവിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ കഴിവിനാലോ പ്രാപ്തിയാലോ ശക്തിയാലോ അല്ല, ആ വെല്ലുവിളികളിൽ നിന്നെ ഞാൻ കൂടെ ഇരുന്ന് സഹായിക്കും. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും, മോശയോട് കൂടെ ഇരുന്നതുപോലെ, മോശയെ വഴി നടത്തിയതുപോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. നീ ഉറപ്പുള്ളവനായിരിക്കുക. ആ വെല്ലുവിളികൾ എത്രത്തോളം അതികഠിനമാണെന്ന് നിനക്ക് തോന്നിയാലും ഡോണ്ട് വറി. അവിടെ 1:7 അതിൻ്റെ തന്നെ അതിൽ തന്നെ 1:7 ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയരുത്. അതായിരിക്കും ചിലപ്പം പറയാൻ വന്നു. മോശയോട് കൂടെ ഇരുന്നത് പോലെ എന്നാണ് ദൈവം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മോശയെ മിസ്രൈമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർ നേരിട്ട വെല്ലുവിളികൾ, ചെങ്കടലിലൂടെ അവരെ നടത്തിക്കൊണ്ട് വന്നത്, ഇതെല്ലാം ആര് കാണുകയാണ്? ജോഷുവ കാണുകയാണ്. ബാക്കിയുള്ളവരും കണ്ടു, പക്ഷേ ജോഷുവയാണ് എന്താ അടുത്ത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ജോഷുവോട് പറയാണ്, ഞാൻ മോശയോട് കൂടെ എങ്ങനെ ഇരുന്നു അതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഈ ജനത്തെ വഴി നടത്തും. കാരണം ഇത് എൻ്റെ ജനമാണ്. എൻ്റെ ജനത്തോട് ഞാൻ പറഞ്ഞ വാഗ്ദത്തം എനിക്ക് നിവർത്തിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല. യോശുവയ്ക്ക് ഇപ്പോൾ എന്താണ് ഒരു നേതൃത്വ പാഠവൊന്നും വലുതായിട്ടില്ല. മോശയ്ക്കാണെങ്കിൽ മോശയെ ദൈവം 40 കൊല്ലം മരുഭൂമിയിൽ ശീലിപ്പിച്ചതെങ്കിലും ഉണ്ട്. യോശുവ മോശയുടെ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ, മോശയുടെ കൂടെ നടന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉറപ്പ് യോശുവയ്ക്ക് ധൈര്യത്തോടെ പോകാൻ ആവശ്യമായിരുന്നു. അതാണ് ദൈവം എന്ത് ചെയ്തത്, ഈ ഉറപ്പായി നൽകുന്നത്. അവിടെ യോശുവ ചെയ്യാനുള്ളത് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും തിരിയാതെ സ്വന്തം ആലോചന പ്രകാരം, അതായത് അവൻ വിശ്വസ്തയോടുകൂടി നടന്നാൽ ജയം ഉറപ്പ്. അതെ, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലായാലും ശരി, നമ്മൾ ദൈവവചനത്തിനൊത്തവണ്ണം വിശ്വസ്തയോടെ സഞ്ചരിച്ചാൽ ജയം നമ്മുടെ കൂടെയാണ്. വേറെ ആർക്കും നിൽപ്പാൻ കഴിയില്ല.
ആ ഒരു ഉറപ്പ് ദൈവം അവന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു നേതാവിന് ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തിൽ വേണ്ടിയത് ആദ്യം കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം, പിന്നെ തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ ആ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ലാക്കിൽ എത്തിച്ചേരുവാൻ വേണ്ടി അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ അവൻ ആ നേരായ പാതയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ നമുക്ക് ഈ ലഭിക്കുന്ന ഒരു ആഹ്വാനം അല്ലേ. അപ്പോൾ നേതൃത്വത്തിലിരിക്കുന്നവർ അറിയേണ്ടതായ മാന്യപ്രേക്ഷകരെ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നേതൃത്വത്തിലിരിക്കുന്നവർ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നല്ലൊരു ചർച്ചയാണ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ ആരുമെങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. വിജയത്തിൻ്റെ കൂട്ട് എന്നുള്ള ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പാലിക്കേണ്ടതായ ചില സത്യങ്ങൾ, അത് നമ്മൾ പാലിക്കപ്പെടാതെ വരുന്നതായ സമയത്ത് അതിനെ കുറിച്ച് ചിലപ്പോൾ നമുക്കത് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ദൈവം ചെയ്ത വാഗ്ദത്തം. പക്ഷേ അതിൽ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് പോകേണ്ടതുണ്ട്. കാരണം കനാൻ ദേശത്തിലെ ആളുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ അതികായകന്മാരാണ്, അവർക്ക് എല്ലാ യുദ്ധ സജ്ജീകരണങ്ങളുള്ളവരാണ്, ഇവർക്ക് യാതൊരു പട്ടാള പരിശീലനവും ലഭിച്ചവരല്ല. അന്നത്തെ കാലത്ത് പറയപ്പെടുന്നത് ഈജിപ്തിന് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും അന്നത്തെ ഏറ്റവും വലിയ സൈന്യമുള്ളതാണ് ഈജിപ്റ്റ്, അവർക്ക് പോലും ഈ കനാൻ ആളുകളെ ആക്രമിക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, ഇവരോട് പറയുന്നത് നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തി അവരെയെല്ലാം തോൽപ്പിച്ച് അവരുടെ രാജ്യങ്ങളെല്ലാം നിങ്ങൾ പിടിച്ചടക്കും എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു മിലിറ്ററി ട്രെയിനിങ്ങും ഇല്ല. ഒരു മിലിറ്ററി ട്രെയിനിങ്ങും ഇല്ലാത്ത ഇവർ എങ്ങനെ അതികായകന്മാരോട് പോയി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കും? അവിടെ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. കാരണം ഇവരല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതെന്ന് അവരെന്ത് ചെയ്യണം? അവർ ഉറപ്പോട്ടിരിക്കണം. യോശുവ അല്ല അവരെ നടത്തുന്നത്, ദൈവമാണ് അവരെ നടത്തുന്നത്. ഈ വിശ്വാസം എപ്പോഴല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ നിന്ന് പോകുന്നോ അപ്പോഴൊക്കെ ഇവർക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ പ്രശ്നങ്ങളുമാണ്. ജീവിതത്തിൽ വിജയിക്കുമ്പോഴും സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ശിയാപ്രവചനം 53:10 അതുപോലെ ഉൽപ്പത്തി 23 അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഭാഗത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തെ യെശയ്യാവിൻ്റെ പുസ്തകം 53:10 ഉൽപ്പത്തി 24-40 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു എബ്രായ പദത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് സലാക്ക് എന്നൊരു പദമാണ്. ആ സലാക്ക് എന്ന പദത്തിൻ്റെ പരിഭാഷ ഇംഗ്ലീഷിൽ പ്രോസ്പെറസ് അല്ലെങ്കിൽ മലയാളത്തിൽ സമൃദ്ധി എന്നൊക്കെയാണ്. പക്ഷേ ഇതിന് വ്യത്യസ്തങ്ങളായ ചില അർത്ഥതലങ്ങളുണ്ട്. അതായത് അത് നാം ചിന്തിക്കുന്നത് പോലെയുള്ള ഭൗതിക നന്മകൾ, ചില വ്യക്തികൾക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഞാൻ ഇങ്ങനെയായി തീരും, അതാണ് സമൃദ്ധി എന്ന് അവർ കണക്ക് കൂട്ടുന്നു. പക്ഷേ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന് ഭൗതികമായ നന്മകളെ നേടിയെടുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ടു ആക്ട് വൈസ്ലി, വിവേകത്തോടെ പ്രവർത്തിക്കുക, ബുദ്ധിയോടെ പെരുമാറുക എന്ന അർത്ഥവും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൗതികമായ നന്മയെ കൊണ്ട് മാത്രം മനുഷ്യർ ഒരു വിജയത്തെ അർത്ഥമാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അത് ഭൗതികമായ നന്മയെക്കുറിച്ച് മാത്രമല്ല, അവൻ വിവേകത്തോടെ ബുദ്ധിയോടെ പെരുമാറുക എന്നതും കൂടെ അർത്ഥമാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന് വിവേകത്തോടെ പെരുമാറുവാൻ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം അവനെ ബോധ്യപ്പെടുത്തിയ പ്രകാരം നേരായ വഴിയിലൂടെ നടക്കുക, നീതിയോടെ നടക്കുക, ന്യായമായത് പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, ഇതൊക്കെ അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ കണ്ണിലൂടെ വെറും ഈ ലോകത്തിൽ കുറേ പണം ഉണ്ടാക്കി ഒരു കാറൊക്കെ വാങ്ങി വലിയ വീടൊക്കെ വെച്ച് ആ ഒരു അർത്ഥമാണ് അവർ കാണുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ അതിനും എത്രയോ ഉന്നതമായ അർത്ഥമാണ്. അത് ഭൗതികമായ സമൃദ്ധി എന്നത് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് ഭൗതിക സമൃദ്ധി മാത്രമല്ല, മനുഷ്യന്റെ ആത്മീക നിലവാരത്തിൽ ദൈവത്തിന്റെ കൽപ്പനയോടുള്ള അവന്റെ വിശ്വസ്തതയും അനുസരണവും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ചോദിച്ചു, ഒരുത്തൻ ഈ ലോകത്തിലുള്ള സർവ്വതും നേടിയിട്ടും അവൻ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്ത് പറയും? അപ്പൊ ഈ ഭൂമിയിലെ ഭൗതിക നന്മകളല്ല ഏറ്റവും ശ്രേഷ്ഠമായത്. ആ വാക്ക്, ആ ഇബ്രായ പദം ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നാം ബുദ്ധിയോടെ ജീവിക്കണം. എങ്ങനെയാ ബുദ്ധിയോടെ ജീവിക്കുവാൻ സാധിക്കുന്നത്? ദൈവം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. പണം ഉണ്ടാക്കുക എന്നതാണ് ഇന്ന് മനുഷ്യരുടെ പരമമായ ലക്ഷ്യം. അവൻ ആത്മീയമായി സമ്പന്നനാണെങ്കിൽ അവൻ ഭൗതികമായി സമ്പന്നനായിരിക്കും. അതുകൊണ്ടാണ് സീക്ക് ye first the kingdom of God and അത് അവിടെയാണ് ദൈവത്തിന്റെ ആ വലിയൊരു മർമ്മം മറഞ്ഞു കിടക്കുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അപ്പം ഒരു മനുഷ്യൻ ഞാൻ ജീവിതത്തിൽ വിജയിച്ചു,
അല്ലെങ്കിൽ അവൻ വിജയിച്ചട്ടോ എന്ന് പറഞ്ഞാൽ അവൻ കുറേ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ വിജയിച്ചു എന്നാണ് ആ വാക്കിലൂടെ അവർ അർത്ഥമാക്കുന്നത്. പക്ഷേ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല. ആത്മീയമായി അവൻ ആ ഉന്നമനത്തിലെത്തുന്നതാണ് യഥാർത്ഥ വിജയമെന്ന് നാം കാണുന്നു. ന്യായപ്രമാണവും വിശ്വാസവും റോമർ 3:31 അതിനെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും പറയാൻ പറ്റും? നമുക്ക് റോമർ 3:31 വായിക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പോവാം. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? അതാണ് ചോദ്യം. ന്യായപ്രമാണത്തെ വിശ്വാസം, ആളുകൾ പറയും വിശ്വാസം മാത്രം മതി, ന്യായപ്രമാണം വേണ്ട. അപ്പൊ പൗലോസ് ചോദിക്കുകയാണ്, വിശ്വാസം കൊണ്ട് ഞാൻ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു എന്ന് ചോദിക്കുകയാണ്. പൗലോസിന് ഉത്തരം പറയുകയാണ്, ഒരു നാളും അല്ല, ഒരു നാളും ഇല്ല. മറിച്ച് ദുർബലമാക്കുകയല്ല, മറിച്ച് എന്താണ്? ന്യായപ്രമാണത്തെ ഉറപ്പിക്കത്രേ ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണവും വിശ്വാസവും എന്ത് ചെയ്യുന്നു? ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. നമ്മൾ സങ്കീർത്തനത്തിൽ നോക്കിയാൽ 1-ാമത്തെ സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യം പറയുന്നതാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വീണ്ടും നമ്മൾ നോക്കി 119-ാം സങ്കീർത്തനം അതിൻ്റെ 70-71 വാക്യം വായിച്ചാൽ അവിടെ കാണുന്നത് അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി, 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. അപ്പോൾ ന്യായപ്രമാണവും വിശ്വാസവും വേർതിരിക്കാൻ പറ്റുന്നതല്ല. വിശ്വാസം എവിടെ കാണിക്കണം? പ്രവൃത്തിയിൽ കാണിക്കണം. പ്രവൃത്തി എവിടെ കാണിക്കണം? അനുസരണത്തിൽ കാണിക്കണം. അനുസരണം എന്തിലാണ്? ന്യായപ്രമാണത്തിലാണ്. അപ്പോൾ ന്യായപ്രമാണത്തെ വിശ്വസിക്കാതെ, ന്യായപ്രമാണത്തിൽ വിശ്വസിക്കാതെ നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നാൽ അത് വെറും കള്ളത്തരമാണ്. നല്ലൊരു ചർച്ചയാണ്. നമുക്കൊരു വാക്ക് പാസ്റ്റർ രാജേഷുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ കണ്ണിലൂടെയല്ല ഞങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നത്, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇതൊക്കെ നോക്കിക്കണ്ട് അവിടുത്തെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ പാഠങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കിയാൽ തിരുനാമത്തിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ചർച്ചയെ കർത്താവ് അനുഗ്രഹിച്ച നാൾ സ്തോത്രം. ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച പ്രിയ കർത്തദാസന്മാർക്ക് പ്രത്യേകമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യപ്രേക്ഷകരെ, വിജയത്തിൻ്റെ കൂട്ട് എന്നുള്ളതായ പാഠപഠനത്തിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താം എന്ന് നാം പഠിക്കുകയുണ്ടായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.